ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പോർക്ക് വരട്ടിയതാണ് കേട്ടോ. അപ്പം പോർക്ക് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കൂർക്കയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ, അപ്പത്തിൻ്റെ ഒപ്പം എന്ന് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പോർക്ക് വരട്ടിയതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അത് കണ്ടിട്ട് വരാം. നല്ല തിക്കായിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയേക്കാളും കൂടുതൽ നമുക്ക് ഇത്തിരി ഉള്ളി വേണം. അതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി ആണെങ്കിലും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിക്കുക, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ 3 സവാള, പച്ചമുളക്, ഒരു 6-7 പച്ചമുളക്, അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് ഇതിൻ്റെ നെയ്യ് കഷ്ണങ്ങളുണ്ട്, അത് മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ ഇതിലാണ് കറി ശരിയാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ കൂർക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 1 കിലോ പോർക്കിലേക്ക് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും പകുതിയോളം എടുത്തിടാം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എന്താ പറയുക, വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. നെയ്യ് കഷ്ണങ്ങൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, വേപ്പില, ഇതെല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലും പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് മതി കേട്ടോ. നമുക്ക് ഇതിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2-2.5 ടീസ്പൂൺ മതി, ടീസ്പൂണാണ് കേട്ടോ കുരുമുളകും. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ നെയ്ക്ക് വേണ്ടി ഉരുക്കാൻ വെച്ചിരുന്ന നെയ്യ് കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഉരുകി വന്ന നെയ്യ് ബാക്കിയുണ്ടെങ്കിൽ അത് കളയരുത്. അത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളൽ, ഇപ്പോൾ എന്തെങ്കിലും അടുക്കളയിൽ നമ്മൾ കുക്ക് ചെയ്യണ ഒരുപാട് സ്ത്രീകളുണ്ടാവില്ല, എപ്പോഴും പൊള്ളലായിരിക്കും. അതിന് ഇത് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പുറത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കൂർക്കയും അതുപോലെ തേങ്ങാക്കൊത്തും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 15-20 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് മൂടി വയ്ക്കാനായിട്ട്, നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം ഇട്ട് അത് നമ്മൾ വേവിച്ചെടുക്കരുത്, പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അത് വേവിച്ചെടുത്ത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനമായിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കണം. അപ്പം കുരുമുളകിൻ്റെ പൊടി നമുക്കൊന്ന് ഒരു 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ എരിവനുസരിച്ചാണ് കേട്ടോ. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവം കഴിഞ്ഞു. പോർക്ക് വരട്ടിയത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫ്രിഡ്ജിൽ അപ്പത്തിൻ്റെ മാവ് കണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അപ്പത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ ഇത് കൂട്ടി കഴിച്ചത്. വളരെ ടേസ്റ്റായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇതുണ്ടാക്കിയത്, അമ്മയുടെ റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തേങ്ങാക്കൊത്താണെങ്കിലും അതുപോലെ കൂർക്കയാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അപ്പത്തിൻ്റെ ഒപ്പം കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയും ബൈ.